ഹലോ, ഇതെന്താ സാധനം എന്നറിയോ? ഏത്തക്കായ പഴുക്കാൻ വേണ്ടി ചാക്കി കെട്ടി വെച്ചേക്കുന്നതല്ല, ഇതൊരു സംഭവമാണിത്. ഒരു 10-15 ദിവസം എന്നെ വെയിറ്റ് ചെയ്തിട്ട് വന്നൊരു മുതലാണിത്. നമ്മൾ സ്മോൾ ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മൾ സ്വരുക്കൂട്ടാന്നുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, എല്ലായിടവും തപ്പിപ്പെറുക്കി ഏറ്റവും റേറ്റ് കുറഞ്ഞത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഐറ്റമാണിത്. മാക്സിമം എല്ലായിടത്തും നോക്കി ഷോപ്പിലൊക്കെ അന്വേഷിച്ചിട്ട് റേറ്റ് കുറവിന് കിട്ടിയതായിരുന്നു. കൂടാതെ എൻ്റെ ഫ്രണ്ടും സെയിം ഇവരുടെ തന്നെ സാധനം മേടിച്ച് കുഴപ്പമൊന്നുമില്ല എന്നുള്ള അപ്രൂവൽ കിട്ടിയപ്പോൾ കണ്ടും മുട്ടി ഞങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്ത് ഓർഡർ ചെയ്തു. ആക്ച്വലി ഞാൻ February 26 സംഭവം ഓർഡർ ചെയ്തായിരുന്നു. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഓർഡർ ചെയ്താണ്. പക്ഷേ February 26 പോയിട്ട് സംഭവം എനിക്ക് കയ്യിൽ കിട്ടിയത് May 10 അതിൻ്റെ ഇടയിൽ ഒരുപാട് റോളർ കോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു തവണ ഐറ്റം വന്നപ്പോൾ OTP വന്നില്ല, OTP കിട്ടിയപ്പോൾ ഐറ്റം വന്നില്ല, പിന്നെ വീണ്ടും റിട്ടേൺ പോയി, വീണ്ടും സെല്ലർ അവിടെ നിന്ന് വീണ്ടും തിരിച്ചയച്ചാൽ ഒരുപാട് റോളർ കോസ്റ്റ് ചെയ്തിട്ടാണ് സംഭവം കയ്യിൽ കിട്ടിയത്. അതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ചീത്ത വേറെ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വെറുതെ കിട്ടിയാലും ഇതുപോലെ ഓർഡർ ചെയ്യുന്ന പരിപാടി ഇതോടുകൂടി നിർത്തിയെന്നുള്ളത്. പിന്നെ അതല്ല ഏറ്റവും ടെൻഷൻ, സംഭവം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം തന്നെയാണോ എന്നുള്ളത് അതും അറിയില്ല. കാരണം കൊറിയർ ഓഫീസിൽ ചെന്നപ്പോൾ അവർ ചെറുതായിരുന്നു പിടിപ്പിച്ച് വിട്ടായിരുന്നേ. കാരണം ഫസ്റ്റ് ടൈം ഐറ്റം വന്നപ്പോൾ ഒരു തവണ OTP വന്നു, പിന്നെ അന്ന് അവർക്ക് ഡെലിവറി ചെയ്യാൻ വന്നതുമില്ല, പിന്നെ OTP ഒന്നും അവരെ വെച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു സ്ഥിരം ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഒക്കെ പരിപാടിയാണ്, ഇങ്ങനെ വരും, അതിന്റെ സംഭവം ലാസ്റ്റ് റിട്ടേൺ പോകുന്നുള്ളത്. കാരണം കസ്റ്റമറിന് OTP കിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പേടിച്ചു കേട്ടോ. ഞാൻ അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് കുറേ ഇതിന്റെ പുറകെ നടന്ന്, അതുപോലെ തന്നെ ഇവിടുത്തെ ആമസോൺ ഷിപ്പിംഗ് വഴിയായിരുന്നു വന്നത്. അപ്പോൾ അവരുടെ ഓഫീസൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്തായിരുന്നു. അവരും കുറെ പിടിച്ചപ്പോൾ നല്ല ടെൻഷനായി. വീണ്ടും സാധനം റിട്ടേൺ പോയി, വീണ്ടും തിരിച്ച് അവർ ട്രാക്കിംഗ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും കറക്റ്റ് നമുക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും അവസാനം ഐറ്റം കയ്യിൽ കിട്ടി. സമയം കിട്ടി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാനൊരു സമാധാനമായത്. നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ഫോം വരുന്ന ടൈപ്പ് മാനിക്വീൻ ആണ്. നമുക്ക് ഡ്രസ്സൊക്കെ ഡ്രൈപ്പ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്.